ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈർച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത് തെറി ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ പറയാൻ തുടങ്ങി, ചിലയാൾ അത് ഉറപ്പിച്ചു. ഇതൊരു തട്ടിപ്പ് കമ്പനിയായിരുന്നു, മുന്നേ അറിയാമായിരുന്നെങ്കിൽ നമ്മുടെ പൈസ ഇതിൽ കൊണ്ടിട്ട് ഇടില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് കേസ് കൊടുക്കണം, ഒരിക്കലും തിരിച്ചു വരില്ല എന്ന രീതിയിലും പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ അങ്ങനെ പറയുന്നതിനൊക്കെ ഇവരെന്തിനാണ് ചീത്ത പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ, നിക്ഷേപകർ തുറന്നു പറയുന്നതിൽ ഇവരെന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? അവരെയൊക്കെ സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവരെന്തിനാണ് തെറി പറയുന്നത്? അപ്പോൾ എത്ര കാലം, ഒരു വർഷം നിങ്ങൾ വളരെ സമർത്ഥമായിട്ട് ഇങ്ങനെ കൂടുതൽ കേസൊന്നും വരാതെ സൂക്ഷിച്ചു. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ സംരക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവായിരിക്കാം ഇതുപോലെയുള്ള തെറി വാക്കുകൾ വരുന്നത്. അതിനെയൊന്നും, അങ്ങനെയുള്ള തെറികളെയൊന്നും ആരും തന്നെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ എമ്മാതിരി തെറികളാണ്. വീട്ടിലെല്ലാവരെ തെറി പറയുന്നു, സ്ത്രീകളെ തെറി പറയുന്നു. എന്താണ് ഇവൻ്റെയൊക്കെ സംസ്കാരം? ഇവർ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ് വടകരക്കാർ. എനിക്കൊക്കെ PG പഠിക്കുന്ന സമയത്തൊക്കെ 3-4 പിന്നെ ക്ലാസ്മേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല രീതിയിൽ, അവരുടെയൊക്കെ സംസാരം കേൾക്കാൻ തന്നെ നല്ല രസമാണ്. പക്ഷേങ്കിൽ ഇവനൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസാരിക്കുന്നതിനെ മെഴുകുക, വലത്തുക, എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവൻ ഇരട്ടിപ്പൈസ ഉണ്ടാക്കിയ ലീഡറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവനെ പൈസ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംസാരങ്ങൾ, കേസ് കൊടുക്കേണ്ടി വരും, കമ്പനി തിരിച്ചു വരില്ല എന്നുള്ള സംസാരങ്ങൾ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കൂടുതൽ പ്രശ്നത്തിലാവും. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഭ്രാന്തളിയെ പോലെ തെറി വിളിച്ച് നടക്കുന്നത്. വളരെ കഷ്ടം തന്നെ. അതിൽ 10ഉം 15ഓ മറ്റോ അഡ്മിന്മാരുണ്ട്. പക്ഷേങ്കിൽ ആരും തന്നെ ഇത്തരം തെറിവാക്ക് പ്രയോഗിക്കുന്നതിനെ എതിർക്കാനോ ഇദ്ദേഹത്തെ ഉപദേശിക്കാനോ ആരും തന്നെ ഇല്ല. എല്ലാവരും ഉപേക്ഷിച്ചു എന്നാണ് ചോദിക്കാനുള്ളത്. ബൈ.